ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ഡോക്ടർ എസ്.കെ. വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഡോക്ടർ എസ്.കെ. വസന്തനാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? സേതുവാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി. വത്സലയ്ക്കാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി. വത്സലയ്ക്കാണ്. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പോൾ സക്കറിയയാണ്. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പോൾ സക്കറിയയാണ്. 2023 47ാമത് വയലാർ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് 47ാമത് വയലാർ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചത്. 2022 46ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് എസ്. ഹരീഷിനാണ്. അദ്ദേഹത്തിൻ്റെ മീശ എന്ന നോവലിനാണ് 2022 46ാമത് വയലാർ പുരസ്കാരം എസ്. ഹരീഷിന് കിട്ടിയത്. 2021 45ാമത് വയലാർ പുരസ്കാരം നേടിയത് ബെന്യാമിനാണ്. അദ്ദേഹത്തിൻ്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് 45ാമത് വയലാർ പുരസ്കാരം ബെന്യാമിന് ലഭിച്ചത്. 2020 44ാമത് വയലാർ പുരസ്കാരം നേടിയത് ഏഴാച്ചേരി രാമേന്ദ്രനാണ്. കൃതി ഒരു വെർജീനിയൻ വേൽക്കാലം. 2020 44ാമത് വയലാർ പുരസ്കാരം കിട്ടിയത് ഏഴാച്ചേരി രാമേന്ദ്രനാണ്. കൃതി ഒരു വെർജീനിയൻ വേൽക്കാലം. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പോൾ സക്കറിയ. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയയ്ക്കാണ്. 2018 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് എം. മുകുന്ദനുമാണ്. 2018 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് എം. മുകുന്ദനാണ്. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ്. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ്. 2020 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2019 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് പുതൂർ ഉണ്ണികൃഷ്ണനുമാണ്. 2020 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കും 2019 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് പുതൂർ ഉണ്ണികൃഷ്ണനുമാണ്. 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? പി. എൻ. ഗോപികൃഷ്ണന്. 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് പി. എൻ. ഗോപികൃഷ്ണനാണ്. കൃതി കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പി. എൻ. ഗോപികൃഷ്ണന് ഈ അവാർഡ് ഈ അടുത്തിടയ്ക്കാണ് പ്രഖ്യാപിച്ചത്. 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? പി. എൻ. ഗോപികൃഷ്ണനാണ്. 2022 52ാമത് ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? അംബികാസുധൻ മാങ്ങാടിനാണ്. കൃതി പ്രാണവായു. 2022 52ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അംബികാസുധൻ മാങ്ങാടിനാണ്. കൃതി പ്രാണവായു. 2021 51ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? സാറ ജോസഫിനാണ്. കൃതി ബുധിനി. 2021 51ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. കൃതി ബുധിനി. 2023 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? സി. രാധാകൃഷ്ണനാണ്. 2023 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സി. രാധാകൃഷ്ണനാണ്. 2023 ONV യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? നീതു സി. സുബ്രഹ്മണ്യനും ത്യാഗി ആർ. ആചാര്യയും. 2023 ONV യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹരായവർ നീതു സി. സുബ്രഹ്മണ്യനും ത്യാഗി ആർ. ആചാര്യയുമാണ്. 2022 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? ടി. പത്മനാഭൻ. 2022 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ടി. പത്മനാഭനാണ്. 2022 ONV യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? അമൃത ദിനേശിനാണ്. കൃതി അമൃതഗീത. 2022 ONV യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അമൃത ദിനേശിനാണ്. കൃതി അമൃതഗീത. 2021 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? വൈരമുത്തു. 2021 ONV സാഹിത്യ പുരസ്കാര ജേതാവ്
വൈരമുത്തുവാണ്. ഇദ്ദേഹം ഈ അവാർഡ് നിഷേധിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2021 ONV യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? അരുൺകുമാർ അന്നൂറിനാണ്. കൃതി കലിനളൻ. 2021 ONV യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അരുൺകുമാർ അന്നൂറിനാണ്. കൃതി കലിനളൻ. 2017 നൽകാൻ തുടങ്ങിയ ആദ്യ ONV സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? സുഗതകുമാരിക്കാണ്. അപ്പോൾ ഈ ONV സാഹിത്യ പുരസ്കാരം നൽകാൻ തുടങ്ങിയത് 2017 മുതലാണ്. ആദ്യമായി 2017 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സുഗതകുമാരിക്കാണ്. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സേതുവിനാണ്. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? കെ സച്ചിദാനന്ദൻ. 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ്. 2019 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? UA ഖാദർ. 2019 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് UA ഖാദറിനാണ്. 2022 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം അതും നോവൽ വിഭാഗത്തിൽ ലഭിച്ച ആർക്കാണ്? PF മാത്യൂസിനാണ്. 2022 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം നോവൽ വിഭാഗത്തിൽ ലഭിച്ചത് PF മാത്യൂസിനാണ്. അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്? അടിയാളപ്രേതം എന്ന നോവലിനാണ് PF മാത്യൂസിന് 2022 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2021 ഈ പുരസ്കാരം, അതായത് OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം ഇതേ വിഭാഗത്തിൽ നോവൽ വിഭാഗത്തിൽ ലഭിച്ചത് TD രാമകൃഷ്ണനാണ്. 2021 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം നോവൽ വിഭാഗത്തിൽ ലഭിച്ചത് TD രാമകൃഷ്ണനാണ്. പ്രഥമ കേരള പുരസ്കാരം 2022 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച ആർക്കാണ്? MD വാസുദേവൻ നായർ. അപ്പോൾ ആദ്യമായിട്ട് 2022 മുതലാണ് നമ്മൾ പത്മ മോഡൽ പുരസ്കാരങ്ങൾ കേരളത്തിൽ നൽകി തുടങ്ങിയത്. പത്മ മോഡൽ പുരസ്കാരങ്ങൾ കേരളത്തിൽ നൽകുന്നതിനാണ് നമ്മൾ കേരള പുരസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പുരസ്കാരമാണ് കേരള ജ്യോതി പുരസ്കാരം. അത് വർഷത്തിൽ ഒരു വ്യക്തിക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. അത് 2022 പ്രഥമ കേരള പുരസ്കാരത്തിൽ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MD വാസുദേവൻ നായർക്കാണ്. ഇദ്ദേഹത്തിൻ്റെ സാഹിത്യ മേഖലയിലെ സംഭാവനയ്ക്കാണ് കേരള ജ്യോതി പുരസ്കാരം 2022 നൽകിയത്. ഇതേ വർഷം തന്നെ 2022 കേരള പ്രഭ പുരസ്കാരങ്ങളും നൽകി. 3 പേർക്കാണ് കേരള പ്രഭ പുരസ്കാരം നൽകിയത്. മമ്മൂട്ടി, ഓംചേരി NN പിള്ള, T മാധവ മേനോൻ എന്നിവർക്കാണ് 2022 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2022 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? മമ്മൂട്ടി, ഓംചേരി NN പിള്ള, T മാധവ മേനോൻ. 2022 പ്രഥമ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? MB പരമേശ്വരൻ, ഗോപിനാഥ് മുതുകാട്, ഡോക്ടർ സത്യഭാമാദാസ് ബിജു, വൈക്കം വിജയലക്ഷ്മി, കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി, കാനായി കുഞ്ഞിരാമൻ. ഇപ്പോൾ കേരള പുരസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം കേരള ജ്യോതി പുരസ്കാരമാണ്. അത് 2022 കിട്ടിയത് MD വാസുദേവൻ നായർക്കാണ്. കേരള പ്രഭ പുരസ്കാരങ്ങൾ 2022 3 പേർക്ക് നൽകി. അതാരൊക്കെയാണ്? മമ്മൂട്ടി, ഓംചേരി NN പിള്ള, T മാധവ മേനോൻ. പിന്നെ 2022 കേരളശ്രീ പുരസ്കാരങ്ങളാണ്. അത് ആർക്കൊക്കെയാണ് കൊടുത്തത്? MB പരമേശ്വരൻ, ഗോപിനാഥ് മുതുകാട്, ഡോക്ടർ സത്യഭാമാദാസ് ബിജു, വൈക്കം വിജയലക്ഷ്മി, കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി, കാനായി കുഞ്ഞിരാമൻ എന്നിവർക്കാണ് 2022 പ്രഥമ കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. ഇനി നമുക്ക് 2023 കേരള പുരസ്കാരം നോക്കാം. 2023 കേരള പുരസ്കാരത്തിൽ കേരള ജ്യോതി പുരസ്കാരം, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കേരള ജ്യോതി പുരസ്കാരം മാത്രം ഒരാൾക്ക് കൊടുക്കുന്നതാണ്, ഒരാൾക്ക് ഒരു വർഷം കൊടുക്കാറുള്ളൂ. അപ്പോൾ 2023 കേരള ജ്യോതി പുരസ്കാരം അതും സാഹിത്യ മേഖലയിലെ സംഭാവനയ്ക്ക് T പത്മനാഭനാണ് ലഭിച്ചത്. 2023 കേരള ജ്യോതി പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? T പത്മനാഭന്. 2023 കേരള പ്രഭ പുരസ്കാരം 2 പേർക്ക് കൊടുത്തു. ആർക്കൊക്കെയാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കും സൂര്യ കൃഷ്ണമൂർത്തിക്കും. 2023 കേരള പ്രഭ പുരസ്കാരം ലഭിച്ച 2 വ്യക്തികൾ ആരൊക്കെയാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയും സൂര്യ കൃഷ്ണമൂർത്തിയുമാണ്. ഇനി 2023 കേരള ശ്രീ പുരസ്കാരം ലഭിച്ച ആർക്കൊക്കെയാണ്? പുനലൂർ സോമരാജൻ, VP ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ,
പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്നിവർക്കാണ് 2023 കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? പുനലൂർ സോമരാജൻ, VP ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായണൻ. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 കഥ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? KV മോഹൻകുമാർ. കൃതി ഉക്കണ്ണൻ്റെ കാഴ്ചകൾ. അപ്പോൾ കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം 2023 പുരസ്കാരം കഥാ നോവൽ വിഭാഗത്തിൽ ലഭിച്ചത് KV മോഹൻകുമാറിനാണ്. കൃതി ഉക്കണ്ണൻ്റെ കാഴ്ചകൾ. 2022 ബാലസാഹിത്യ പുരസ്കാരം കഥാ നോവൽ വിഭാഗത്തിൽ ലഭിച്ച ആർക്കാണ്? EN ഷീജ. കൃതി അമ്മ മണമുള്ള കനിവുകൾ. 2022 ബാലസാഹിത്യ പുരസ്കാരം കഥാ നോവൽ വിഭാഗത്തിൽ ലഭിച്ചത് EN ഷീജയ്ക്കാണ്. കൃതി അമ്മ മണമുള്ള കനിവുകൾ. 2022 വനിതാ ശിശുവികസന വകുപ്പിൻ്റെ വനിതാരത്ന പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി N മേനോൻ, ഡോക്ടർ RS സിന്ധു. 2022 വനിതാ ശിശുവികസന വകുപ്പിൻ്റെ വനിതാരത്ന പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? KC ലേഖ കായിക മേഖലയാണ്, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി N മേനോൻ, ഡോക്ടർ RS സിന്ധു എന്നിവർക്കാണ് വനിതാരത്ന പുരസ്കാരം 2022 ലഭിച്ചത്. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം 2022 ലഭിച്ചത് ആർക്കാണ്? HS പ്രണോയ്. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം 2022 ലഭിച്ചത് HS പ്രണോയ്ക്കാണ്. 2019 രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? BD ദത്തൻ. 2019 രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് BD ദത്തനാണ്. 2018 രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് പാരീസ് വിശ്വനാഥനുമാണ്. 2018 രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? പാരീസ് വിശ്വനാഥൻ. 2023 വയോസേവന പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? സിനിമാ താരം മധുവിനും ചെറുവയൽ K രാമനുമാണ്. വയനാട്ടിലുള്ള ഒരു കർഷകനാണ് ചെറുവയൽ K രാമൻ. 2023 വയോസേവന പുരസ്കാരം ലഭിച്ച ആർക്കൊക്കെയാണ്? സിനിമാ താരം മധുവിനും വയനാട്ടിലെ ഒരു ജൈവ കർഷകനായ ചെറുവയൽ K രാമനുമാണ്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? ചെറുവയൽ K രാമൻ. ഈ ചെറുവയൽ K രാമനെ കുറിച്ചൊരു ചോദ്യം ഈ വരുന്ന പരീക്ഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? ചെറുവയൽ K രാമനാണ്. 2023 പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ചെറുവയൽ K രാമൻ. കൃഷിയാണ് മേഖല. PP അപ്പക്കുട്ടൻ പൊതുവാൾ. സാമൂഹ്യ പ്രവർത്തനമാണ് മേഖല. CI ഐസക്ക് ഇദ്ദേഹത്തിൻ്റെ മേഖല സാഹിത്യവും വിദ്യാഭ്യാസവുമാണ്. SRD പ്രസാദ് കായിക മേഖലയിൽ നിന്നും ഉള്ള വ്യക്തിയാണ്. 2023 പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ചെറുവയൽ K രാമൻ. ഇദ്ദേഹം ജൈവ കർഷകനാണ്. വയനാട്ടിലെ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. BP അപ്പക്കുട്ടൻ പൊതുവാൾ സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ നിന്നുള്ള വ്യക്തിയാണ്. CI ഐസക്ക് സാഹിത്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ പ്രഗത്ഭനാണ്. SRD പ്രസാദ് കായിക മേഖലയിലാണ് കഴിവ് തെളിയിച്ചത്. 2022 പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? നമ്മളിപ്പോൾ പഠിച്ച 2023 ഇനി 2022 പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്ന് കൂടി പഠിക്കാം. ശോശാമ്മ അയ്യപ്പ് മേഖല മൃഗസംരക്ഷണമാണ്. ശങ്കരനാരായണ മേനോൻ ചൂണ്ടയിൽ. കളരിയാണ് മേഖല. P നാരായണക്കുറുപ്പ് സാഹിത്യം വിദ്യാഭ്യാസം. KV റാബിയ സാമൂഹിക പ്രവർത്തനം. 2022 പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ശോശാമ്മ അയ്യപ്പ്, ശങ്കരനാരായണ മേനോൻ ചൂണ്ടയിൽ, P നാരായണക്കുറുപ്പ്, KV റാബിയ എന്നിവരാണ്. മലയാള സിനിമ പിന്നണി ഗായികയായ KS ചിത്രയ്ക്ക് പത്മഭൂഷൺ ലഭിച്ച വർഷം ഏതാണ്? 2021. മലയാള സിനിമ പിന്നണി ഗായികയായ KS ചിത്രയ്ക്ക് പത്മഭൂഷൺ ലഭിച്ച വർഷം 2021 ആണ്. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ച ആർക്കാണ്? വീരമണി ദാസൻ. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് വീരമണി ദാസനാണ്.
2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2022 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആലപ്പി രംഗനാഥിനാണ്. 2022 ഹരിവരാസന പുരസ്കാര ജേതാവ് ആലപ്പി രംഗനാഥാണ്. 2021 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് വീരമണി രാജുവിനാണ്. 2021 ഹരിവരാസന പുരസ്കാര ജേതാവ് വീരമണി രാജുവാണ്. 2022 കേരള സംസ്ഥാന കഥകളി പുരസ്കാരം ലഭിച്ച ആർക്കാണ്? കലാമണ്ഡലം രാമോഹൻ. 2022 കേരള സംസ്ഥാന കഥകളി പുരസ്കാരം ലഭിച്ചത് കലാമണ്ഡലം രാമോഹനാണ്. 2021 കേരള സംസ്ഥാന കഥകളി പുരസ്കാരം ലഭിച്ച ആർക്കാണ്? കലാനിലയം രാഘവനാണ്. 2021 കേരള സംസ്ഥാന കഥകളി പുരസ്കാരം ലഭിച്ചത് കലാനിലയം രാഘവനാണ്. 2020 സംസ്ഥാന കഥകളി പുരസ്കാര ജേതാവ് ആരാണ്? സദനം ബാലകൃഷ്ണൻ. 2020 സംസ്ഥാന കഥകളി പുരസ്കാര ജേതാവ് സദനം ബാലകൃഷ്ണനാണ്. 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആരാണ്? വിയപുരം ചുണ്ടൻ. 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടനാണ്. 2022 നടന്ന 68ാമത് നെഹ്റു ട്രോഫി ജേതാക്കൾ ആരാണ്? മഹാദേവി കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ. 2022 68ാമത് നെഹ്റു ട്രോഫി ജേതാക്കൾ മഹാദേവി കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ്. 2023 ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ഇ സന്തോഷ് കുമാർ. കൃതി നാരകങ്ങളുടെ ഉപമ. 2023 ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇ സന്തോഷ് കുമാറിനാണ്. കൃതി നാരകങ്ങളുടെ ഉപമ. 2022 ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ്. കൃതി നൃത്തം ചെയ്യുന്ന കുടകൾ. 2022 ബഷീർ സാഹിത്യ പുരസ്കാരം എം മുകുന്ദന് നേടിക്കൊടുത്ത കൃതി ഏതാണ്? നൃത്തം ചെയ്യുന്ന കുടകൾ. 2021 ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? കെ സച്ചിദാനന്ദൻ. കൃതി ദുഃഖം എന്ന വീട്. 2021 ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ്. കൃതി ദുഃഖം എന്ന വീട്. 2022 മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? കെ എ റോയ്മോൻ. 2022 മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് കെ എ റോയ്മോനാണ്. 2021 സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശിവാനന്ദയ്യർ. 2021 സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് ലഭിച്ചത് ശിവാനന്ദയ്ക്കാണ്. 2023 16ാമത് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ബെന്യാമിൻ. ഇവിടെ ശ്രദ്ധിച്ചോണം, ഈ മലയാറ്റൂർ പുരസ്കാരം എന്ന് പറയുന്നത് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ പുരസ്കാരമാണ്. അതുപോലെ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ വേറെ പുരസ്കാരമുണ്ട്. അത് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ തുടർന്ന് വരുമ്പോൾ പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമേ പറയുന്നത്. ശ്രദ്ധിക്കുക, 2023 16ാമത് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ പുരസ്കാരമാണിത്. അതാർക്കാണ് കിട്ടിയത്? ബെന്യാമിൻ. അതുപോലെ 2022 അത് കൊടുത്തില്ല. 2021 15ാമത് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ്, അവിടെ ശ്രദ്ധിക്കുക, മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മലയാറ്റൂർ അവാർഡ് ലഭിച്ച ആർക്കാണ്? സജിൽ ശ്രീധരനാണ്. നോവൽ വാസവദത്ത. അപ്പോൾ വാസവദത്ത എന്ന നോവലിന് സജിൽ ശ്രീധറിന് 2021 15ാമത് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മലയാറ്റൂർ അവാർഡാണ് ലഭിച്ചത്. ചെറുകാട് സ്മാരക ട്രസ്റ്റിൻ്റെ ചെറുകാട് പുരസ്കാരത്തിന് 2021 അർഹയായത് ആരാണ്? ഷീല ടോമി. നോവൽ വല്ലി. ചെറുകാട് സ്മാരക ട്രസ്റ്റിൻ്റെ ചെറുകാട് പുരസ്കാരത്തിന് 2021 അർഹയായത് ഷീല ടോമിയാണ്. നോവൽ വല്ലി. 2022 ചെറുകാട് പുരസ്കാരം ലഭിച്ച ആർക്കാണ്? സുരേഷ് ബാബു ശ്രീസ്ത. 2022 ചെറുകാട് പുരസ്കാരം ലഭിച്ചത് സുരേഷ് ബാബു ശ്രീസ്തയ്ക്കാണ്. 2023 ചെറുകാട് പുരസ്കാരം ലഭിച്ച ആർക്കാണ്? വിനോദ് കൃഷ്ണയ്ക്കാണ്. 2023 ചെറുകാട് പുരസ്കാരം ലഭിച്ചത് വിനോദ് കൃഷ്ണയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ നോവൽ 9mm ബെരേറ്റ എന്ന നോവലിനാണ് വിനോദ് കൃഷ്ണയ്ക്ക് 2023 ചെറുകാട് പുരസ്കാരം ലഭിച്ചത്. 2019 മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ബെന്യാമിനാണ്. അതിനുശേഷം മുട്ടത്ത് വർക്കി പുരസ്കാരം കൊടുത്തിട്ടില്ല. അപ്പോൾ 2019 നമ്മൾ പഠിക്കുന്നു. 2019 മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചത് ബെന്യാമിനാണ്. 2018 മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചത് കെ ആർ മീരയ്ക്കാണ്. ആരാച്ചാർ എന്ന കൃതിയൊക്കെ എഴുതിയ കെ ആർ മീരയ്ക്കാണ്
2018 മുട്ടത്ത് വർക്കി പുരസ്കാരം കൊടുത്തത്. 2022 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? എം മുകുന്ദൻ. 2022 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ്. 2021 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം ലീലാവതിക്കാണ്. 2021 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? എം ലീലാവതിക്ക്. 2020 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. 2020 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ മലയാറ്റൂർ സാഹിത്യ പുരസ്കാരത്തിന് 2022 അർഹനായ സാഹിത്യകാരൻ ആരാണ്? സുഭാഷ് ചന്ദ്രൻ. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ മലയാറ്റൂർ സാഹിത്യ പുരസ്കാരത്തിന് നമ്മൾ നേരത്തെ പഠിച്ചത് ഇത് തന്നെയാണ്, മലയാറ്റൂർ പുരസ്കാരം തന്നെയാണ്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് ട്രസ്റ്റാണ്. ഇത് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ മലയാറ്റൂർ സാഹിത്യ പുരസ്കാരമാണ് 2022 സുഭാഷ് ചന്ദ്രന് കിട്ടിയത്. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ തന്നെ രണ്ടാമത് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് 2023 ലഭിച്ചത് VJ ജെയിംസിനാണ്. 2022 സുഭാഷ് ചന്ദ്രനും 2023 VJ ജെയിംസിനുമാണ് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ മലയാറ്റൂർ സാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ചത്. 2023 പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ടി പത്മനാഭൻ. 2023 പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരത്തിന് അർഹനായത് ടി പത്മനാഭനാണ്. 2022 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ച ആർക്കാണ്? എം ലീലാവതിക്ക്. 2022 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചത് എം ലീലാവതിക്കാണ്. 2022 18ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? PK രാജശേഖരൻ. 2022 18ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് PK രാജശേഖരനാണ്. മിസ് കേരള 2022 കിരീടം നേടിയത് ആരാണ്? ലിസ് ജെയ്മോൻ ജേക്കബ്. മിസ് കേരള 2022 തിരഞ്ഞെടുക്കപ്പെട്ടത് ലിസ് ജെയ്മോൻ ജേക്കബാണ്. 37ാമത് മൂലൂർ സ്മാരക പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഷീജ വക്കം. കൃതി ശിഖണ്ഡിനി. 37ാമത് മൂലൂർ സ്മാരക പുരസ്കാരത്തിന് അർഹയായത് ഷീജ വക്കമാണ്. കൃതി ശിഖണ്ഡിനി. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? പെരുമ്പടവം ശ്രീധരൻ. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. 2022 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതുവിനുമാണ്. 2022 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? സേതുവിനാണ്. 2023 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? SR ശക്തിധരൻ. 2023 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് SR ശക്തിധരനാണ്. 2023 ചെമ്മനം പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്ക്. 2023 ചെമ്മനം പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. പ്രഥമ നെടുമുടി വേണു പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ബാലു കിരിയത്ത്. പ്രഥമ നെടുമുടി വേണു പുരസ്കാരം നേടിയ വ്യക്തി ബാലു കിരിയത്താണ്. പ്രഥമ കേരള കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് നേടിയത് ആരാണ്? PT ഉഷ. കേരള കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് നേടിയത് PT ഉഷയാണ്. 2023 പ്രഥമ വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? C രാധാകൃഷ്ണനാണ്. 2023 പ്രഥമ വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് C രാധാകൃഷ്ണനാണ്. 2023 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? സുരേഷ് ഗോപി. 2023 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി സുരേഷ് ഗോപിയാണ്. 2022 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? MK കുഞ്ഞോൾ. 2022 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ചത് MK കുഞ്ഞോളിനാണ്. പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ അവാർഡിന് അർഹനായത് ആരാണ്? വിനോദ് കുമാർ ശുക്ല. പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ അവാർഡിന് അർഹനായത് വിനോദ് കുമാർ ശുക്ലയാണ്. കേരള സർക്കാരിൻ്റെ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് 2023 ലഭിച്ചത് ആർക്കാണ്? ശ്യാമപ്രസാദ്. കേരള സർക്കാരിൻ്റെ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് 2023 ലഭിച്ചത് ശ്യാമപ്രസാദിനാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.